വെൽക്കം ബാക്ക് ടു റോറോ നോവ സോറോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാം. നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമുക്കധികം ടൈമില്ല. നമുക്ക് 5 മണിക്ക് കൊടുക്കുമലയിൽ എത്തണം. അപ്പോൾ പ്ലാനിങ് പറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ഈ മല. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് തോന്നുമ്പോഴോ കുറച്ച് സമാധാനം ഒന്ന് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ബൈക്ക് കൊടുത്ത് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. അത് എൻ്റെ ഒരു ക്യാരക്ടറാണ്. കാരണം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനമൊക്കെ ഉണ്ട്. അതെങ്ങനെ പറഞ്ഞിരുന്നു എനിക്കറിയില്ല. ചില യാത്രകൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അത് വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോകേണ്ട കാര്യമുണ്ട്. 5 മണിയാകുമ്പോൾ കുടിത്തുമല അടയ്ക്കും. നമുക്കൊന്ന് പിടിച്ചു പോവാം. എന്നോടൊപ്പം ഞാൻ ഇതുപോലെ പോകുമ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട്, നീ എന്താ ഒറ്റയ്ക്ക് പോകുന്നത്, നിനക്ക് ഒരാളൊപ്പം കൂട്ടിക്കൂടെ, അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചൂടെ, ഞാൻ വരത്തില്ലേന്ന്. നമ്മൾ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു വൈബ് പറയുന്നത് അത് വേറൊരു വൈബാണ്. ബട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന വൈബ് അത് വേറൊരു വൈബാണ്. ഒരു സ്ഥലത്ത് നമ്മളിരുന്ന് നമ്മൾ എല്ലാം ചിന്തിച്ച് നമുക്ക് നമുക്ക് നമ്മളാരാ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലതാണ് ഇടയ്ക്ക് ഒറ്റയ്ക്കുള്ള യാത്രകൾ. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് പോകും, എപ്പോഴും വേണ്ട, എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ഫീൽ ചെയ്യുക. ഓക്കെ, നമ്മളങ്ങനെ സ്ഥലം എത്താനായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ എന്തോ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളങ്ങനെ മല കയറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 3.5 കിലോമീറ്ററോളം റോഡ് വരുന്നുണ്ട്. മലയുടെ പകുതി വരെ നമുക്ക് റോഡുണ്ട്. ബാക്കി ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് എന്തോ ഉള്ളൂ നടക്കാൻ, എൻ്റെ ഗസ് ശരിയാണെങ്കിൽ. എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണെങ്കിൽ നമുക്ക് ബാക്കി 2 കിലോമീറ്ററും വേണമെങ്കിൽ വണ്ടി എടുത്ത് പോകുമായിരുന്നു. കാരണം ഇപ്പോഴാണ് ഗവൺമെൻറ് അത് ഏറ്റെടുത്തതിന് ശേഷമാണ് അവിടെ ഇപ്പോൾ വണ്ടി ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അവിടെ ഇപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കയറാൻ പറ്റിയിരുന്നത്. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ അവിടെ ഫ്രീ ആയിരുന്നു. ചേട്ടന്മാരൊക്കെ ജീപ്പ് കൊണ്ടുവരും, ജീപ്പ് 4x4 ജീപ്പൊക്കെ അതിൻ്റെ മേലെ കയറ്റാറുണ്ട്. ചിലർ ബൈക്കിലൊക്കെ വന്ന് കയറാറുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ. ഇപ്പോൾ കൊടിക്കുമല പറയുന്നത് സാധാരണ ഒന്നുമല്ല. ഒരുപാട് പാർക്കുകൾ, ചിൽഡ്രൻസ് പാർക്കുകൾ, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ പകുതി എത്തിയിട്ടില്ല പറയാം, കയറിക്കൊണ്ടിരിക്കണം. ആ മലയുടെ റൈറ്റ് സൈഡുണ്ട്, അങ്ങോട്ട് മേലോട്ട് കയറണം. നമ്മൾ പിന്നെയും യാത്ര തുടങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇനി അധിക ദൂരമൊന്നുമില്ല. ഓക്കെ, നമ്മളങ്ങനെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി എന്തായാലും ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. അതാണ് എൻട്രൻസ്. പിന്നെ നമുക്ക് നടക്കാനുള്ള വഴിയൊക്കെ ഏകദേശം നല്ല വഴിയൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് നല്ല വഴിയിലൂടെയും പോവാം. എളുപ്പവഴിയായിട്ട് ഇടവഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും നല്ല റൂട്ടിൽ തന്നെ പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ബൈക്ക് അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. നമ്മളെ ബൈക്ക് കാണുന്നുണ്ട്. നമ്മൾ കുറച്ച് മേലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളെ ബൈക്കാണ് കാണുന്നത്. ഇപ്പം ഞാനെന്തായാലും നല്ല വഴിയിലൂടെ പോകാനുള്ള തീരുമാനത്തിലല്ല. ഞാൻ എൻ്റെതായ റൂട്ടിലൂടെയാണ് എപ്പോഴും പോവാറ്. കാരണം എനിക്ക് എന്താ അങ്ങനെയാണ്. ഒരു പ്രത്യേകിച്ചൊരു വഴിയൊന്നുമില്ല, നമുക്കുള്ള വഴി നമ്മൾ ഉണ്ടാക്കുക, അതുപോലെയാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഇതുകൂടി പോയിട്ടൊരു എന്തായാലും വഴി ആയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കവിടെ അങ്ങാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. നമ്മൾ വന്ന വഴി കാണാൻ പറ്റും. നമ്മളെ വണ്ടി നിർത്തിയ സൈഡ്, നമ്മളെ അൽഷിഫ, മൗലാന, ആ സൈഡിലോട്ടുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ കൊടുത്തിമല എന്ന് പറയുന്നത് 1700 എത്ര അടിയാണ് മേലെ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ അത്രയൊന്നും എത്തിയിട്ടില്ല. നമുക്കിനി പോകാനുള്ള സ്ഥലം പറയുന്നത് അവിടെ കാണുന്നൊരു ഇതുണ്ടോ, ഒരു ഗോപുരം പോലത്തെ ഒരു സ്ഥലം, അങ്ങോട്ട് എത്തണം നമ്മൾ. അതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലമാണ് അത്. നമുക്ക് എന്തായാലും കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പോവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നമ്മളെ പോണ സ്ഥലത്തിൻ്റെ ഭംഗിയോ അതേപോലെ പോണ സ്ഥലത്തിൻ്റെ വ്യൂ പോയിന്റോ അല്ല മെയിനായിട്ടുള്ള കാര്യം നമ്മളെ ചെന്നെത്തിപ്പെടുന്ന സ്ഥലത്ത് കിട്ടുന്ന സമാധാനം. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം ഒരാളില്ല, മനുഷ്യനില്ല. ഇവിടെ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ടും കിടന്നിട്ടൊക്കെ പോകാൻ തോന്നുന്നുണ്ട്. ഇവിടെ എന്തായാലും നമുക്ക് വരുമ്പോൾ നോക്കാം, പകരം നമുക്ക് പോവാം, യാത്ര തുടങ്ങാം. അപ്പോൾ നമുക്കിനി എന്തായാലും ടോപ്പിലെത്തണം. കാരണം നമുക്ക് ആ ടൈമിൻ്റെ ഉള്ളിൽ 6 മണിക്ക് എന്തായാലും ആൾ വന്നിട്ട് വിസിലൂതി എല്ലാവരും ഇറക്കി വിടും. ഒരു 6-6:30 ആകുമ്പോഴേക്ക് നമുക്ക് എന്തായാലും അവിടെ എത്തണം ഫസ്റ്റ്. നമുക്ക് എന്തായാലും ആദ്യം അങ്ങോട്ട് പോകുന്ന ടൈം ഉണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാം. അപ്പോൾ നമ്മൾ പിന്നെയും തുടങ്ങുന്നത് നമ്മളെ യാത്ര എപ്പോഴും റോഡിലൂടെയോ പോകും, നല്ല വഴിയുണ്ട് അപ്പുറത്ത്, അതിലൂടെ ഒന്നുമില്ല. നമ്മളുള്ള കാട് പൊന്ത ഇതിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വെള്ളം കുപ്പി നമുക്കിങ്ങനെ കയറ്റാൻ പറ്റത്തില്ല. വെള്ളം കുപ്പി കയറ്റുമ്പോൾ 50 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കുപ്പി എന്തെങ്കിലും വേണം. അതേപോലെ നമ്മൾ വെള്ളം കുപ്പി അവിടെ തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോൾ 50 രൂപ വരെ നമുക്ക് തിരിച്ചു തരും ചെയ്യും.
അപ്പോൾ പ്ലാസ്റ്റിക് ഇവിടെ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെന്തായാലും ഉള്ള മുക്കിലും മൂലയിൽ കൂടിയൊക്കെ നടന്ന് പോകുന്നുണ്ട്. എങ്ങോട്ടെങ്കിലുമൊക്കെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ നടക്കുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ ഈ വഴിയിലൂടെയാണ് എപ്പോഴും ഇങ്ങോട്ട് കയറുന്നത്. ഞാൻ ഇങ്ങോട്ട് ഒരു 5-6 പ്രാവശ്യം വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ചിലർ പറയും ഇവിടെ വന്നിട്ടൊന്നും കാണാൻ പറ്റില്ല, ചിലർ പറയും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞുതരാം. ഇവിടെ കൊടുത്തിമലയിൽ നല്ല ക്ലൈമറ്റുള്ള ടൈമിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പീക്ക് ലെവലാണ് ഉള്ളത് പറയാൻ നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഈ വല്ല നട്ടു വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര പോര വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുഴപ്പമില്ല. എന്നാലും നമ്മൾ നല്ല ക്ലൈമറ്റിൽ ഒരു മഴയത്തോ അല്ലെങ്കിൽ കോടൊക്കെ വരും വൈകുന്നേരം ടൈമിൽ, ചില മഴക്കാലത്തൊക്കെ കോട വരും. അങ്ങനെയുള്ള ടൈമിലൊക്കെയാണ് നല്ല ഭംഗി അവിടെ കാണാൻ. പക്ഷെ നമ്മൾ വല്ല നട്ട് വെയിലത്തൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ വേറൊരു കുന്നിൻ്റെ മേലത്തെ ഒരു വെയിലടിച്ചുണ്ടാവും ആ അവസ്ഥയാണ്. അതാണ് റോഡ്. നമ്മൾ റോഡ് കൂടി ഒന്നല്ല, നമ്മൾ പാറയിലൂടെയാണ് കയറുന്നത്. ഇത് കുറച്ചുകൂടി ഷോർട്ട് കട്ടാണ്. നമ്മൾ ആ വഴി പോണി വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ വരണം. നമ്മളെന്തായാലും ഇതുകൂടി സ്ട്രൈറ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റും. പിന്നെ കുറച്ച് ടാസ്ക്കാണ് പിള്ളേരൊന്നും ആയിട്ട് ഇതുകൂടി കയറാതിരിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ. പിന്നെ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റൽ ഉണ്ടാവും. EMS ഹോസ്പിറ്റലിൻ്റെ ആ വഴി വരുവാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അത് അല്ലാതെ പാലക്കാട് വഴി വരുന്നവരാണെങ്കിൽ പാലക്കാട് വഴി വരുമ്പോൾ തന്നെയാണ് ഈ സ്ഥലം. ആ വഴി നമ്മൾ പെരിന്തൽമണ്ണ വരുമ്പോൾ തന്നെയാണ് റൈറ്റ് സൈഡിലായിട്ട് ഒരു റോഡ് ഉണ്ടായിരിക്കും. അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു ചെറിയ റോഡിലോട്ട് കയറുമായിരുന്നു, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്ഥലം ഏകദേശം നമ്മൾ മേലെ ടോപ്പ് എത്താനായിട്ട് പകുതിയിലേറെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും കുറച്ചും കൂടി ദൂരം നടന്നാൽ മതി. ഇപ്പം തന്നെ ഒന്നാമത് കിതച്ചൊരു വഴിയാവും, കാരണം ഇത് അത്യാവശ്യം നടക്കാണ്ട്. ഒരുപാട് ദൂരം ഉണ്ടോ ചോദിച്ചാൽ ഒരുപാട് ദൂരമൊന്നുമില്ല. ബട്ട് ഉള്ള ദൂരം എന്തുവാ വെച്ചാൽ നല്ല കയറ്റമാണ്, കുത്തനെയുള്ള കയറ്റമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴങ്ങും. വെള്ളം കയ്യിൽ കരുതുക, അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും വെള്ളം കൊണ്ട് വരാൻ നോക്കുക. പിള്ളേരൊക്കെ പെട്ടെന്ന് കുഴങ്ങും. റെസ്റ്റ് എടുത്ത് കയറുക, കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ടോപ്പിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇത് വാഷ്റൂമാണ്. അപ്പോൾ നമ്മളിതാണ് ടോപ്പിൻ്റെ കുറച്ചും കൂടി, ഇനി 2 കയറ്റം കൂടി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തും. ഇത് ടോപ്പിൻ്റെ കുറച്ച് താഴെയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അത്യാവശ്യം നല്ല വ്യൂ തന്നെയാണ്. വലിയ എന്താ പറയുക, കുറ്റം പറയാനൊന്നുമില്ല. അത്യാവശ്യം നല്ല വ്യൂ ആണ്. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നേരത്തെ കാണിച്ചില്ല, അതാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് മെല്ലെ പോയോ, ആൾക്കാരാണ് മേലെയൊക്കെ, അതാണ് പ്രശ്നം. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഫ്ലോർ. ഇവിടെ വ്യൂ പറഞ്ഞാൽ പീക്ക് ലെവൽ വ്യൂ ആണെന്നൊന്നും പറയില്ല, അടിപൊളി വ്യൂ തന്നെയാണ്. നമ്മൾ നേരത്തെ വന്ന സ്ഥലമുണ്ടല്ലോ, നമ്മൾ വീഡിയോ എടുത്തില്ലേ ഇങ്ങോട്ട് എത്തണം പറഞ്ഞിട്ട്, ആ സ്ഥലമാണ് അത്, കണ്ടോ. പക്ഷെ അവിടെ കിട്ടുന്ന സമാധാനം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇവിടെ ചുറ്റും വ്യൂ പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. നമുക്ക് നല്ല ഭാഗ്യമില്ല, നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് കോടയൊക്കെ വരും. പക്ഷെ അവിടെ നിറച്ച ആൾക്കാരാണ്, അതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പുറത്തോടൊന്നും പോകാൻ അനുമതിയില്ല. പണ്ടൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് നേരമൊക്കെ ഇരിക്കുക, ഒരു 5-6 മിനിറ്റ് ഞാൻ അവിടെ ഇരുന്നു. കാരണം പിന്നെ ആയിരുന്നല്ലോ നിറച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം നേരം നിൽക്കാൻ ഞാൻ ഇറങ്ങി. എന്തായാലും നമ്മളിപ്പോൾ മല എന്തായാലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ പറയുന്നത് നമ്മൾ നേരത്തെ പോയിരുന്ന സ്ഥലമുണ്ടല്ലോ, അങ്ങോട്ട് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുമെന്ന് നോക്കാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് മെയിനായി, എപ്പോഴും പറയുന്ന പോലെ തന്നെ. എനിക്കോരോ മൂഡാണ്. ചില ടൈമിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, സമാധാനം വേണം. ഇതാ നമ്മൾ കയറിയ സ്ഥലം ഉണ്ടല്ലോ, അതാണത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം ഇങ്ങോട്ട് എത്തിയിട്ട് ഇവിടെ അറിയുമ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനൊരു മ്യൂസിക്കൊക്കെ ഇട്ട് കുറച്ച് നേരം ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കും. അതിനൊക്കെ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം ആരും നോക്കണ്ട, ഒരു ഇതുമില്ല. നമുക്ക് എന്ത് ചെയ്യണോ അത് ചെയ്യാം. അവിടെയാണെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഒന്ന് കടക്കാൻ പറ്റില്ല, ചുറ്റിനും ആൾക്കാർ. എനിക്ക് അതിലും സമാധാനം കിട്ടുന്നത് ഇവിടെയാണ്. അവിടെ വ്യൂ പോയിന്റ് ഉണ്ടോ ചോദിച്ചാൽ വ്യൂ പോയിന്റ് ഉണ്ട്, അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. ബട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമാധാനം, ഒരാളില്ല, നമുക്കൊരു പാട്ടൊക്കെ വെച്ച് കുറച്ചു നേരം കിട്ടുന്നൊരു സമാധാനം ഒരിക്കലും അവിടെ കിട്ടത്തില്ല. അവിടെ സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം വന്ന് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അപ്പം കിട്ടും. ഇവിടെ ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ പീക്ക് സമാധാനമാണ് ഉള്ളത് പറയാം. എനിക്ക് ഈ മലയിൽ വന്നിട്ട് മുതലായത് ഇവിടെയാണ്. ഞാൻ ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 50 രൂപയാണ്. അത് ഓൺലൈനായിട്ട് തന്നെ കൊടുക്കും, ഇപ്പോൾ ഓർമ്മിച്ചെന്നുള്ളൂ. അപ്പോൾ എനിക്ക് പൈസ കൊടുത്ത് മുതലായ സ്ഥലം ഇവിടെയാണ്. ഇവിടെ എനിക്ക് കുറച്ച് സമാധാനമായിട്ട് കിടക്കാൻ പറ്റി, കുറച്ച് ഉറങ്ങാൻ പറ്റി, ഒന്നും ചിന്തിക്കാതെ കുറച്ച് ഇരിക്കാൻ പറ്റി. ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന് മേലേക്ക് ഒരു സമാധാനം എനിക്ക് കിട്ടാനുമില്ല. അതാണ് ഒറ്റയ്ക്ക് പോകണമെന്ന് ഞാൻ പറയുന്നത്. ചില യാത്രകൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടിയും കിട്ടുമ്പോൾ സമാധാനം
അതൊന്നിനും പറഞ്ഞറിയിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അത് നിങ്ങൾ ഫീൽ ചെയ്യണം. അത് എന്നെപ്പോലെയുള്ള ആൾക്കാർക്കാവും കൂടുതൽ കണക്റ്റ് ആവുക. നിങ്ങൾ കുറച്ച് ഇൻട്രോവേർട്ടാണെന്ന് വെച്ചാൽ കുറച്ച് ഇൻട്രോവേർട്ട് ആവുകയും ചെയ്യണം. എക്സ്ട്രോവേർട്ടാണെന്ന് വെച്ചാൽ ഓവർ എക്സ്ട്രോവേർട്ട് ആവരുത്. പക്ഷെ നമ്മളെ സൈക്കിളിൽ നമ്മൾ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്കാണെങ്കിൽ ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം കിടക്കുമായിരിക്കും. നമുക്കിനി എന്തായാലും പോവാം. ഇപ്പം എന്തായാലും ഇവിടെ കുറച്ച് നേരം അടയ്ക്കും. അപ്പോൾ എന്തായാലും നമ്മൾ സ്ഥലത്തോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവരോടും വളരെ നന്ദി. കാരണം എനിക്കിങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടോ ചോദിച്ചാൽ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ ചോദിച്ചാൽ ഇനി ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് എല്ലാം ഓപ്പണായി പറയാൻ പറ്റുന്ന ഒരാളായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഒരാളെ എനിക്കില്ല. അപ്പോൾ എല്ലാവരോടും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.